എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു ഈസി ആയിട്ടുള്ളൊരു കേക്കാണ്. ഓവനോ ബട്ടറോ മുട്ടയോ ഒന്നും തന്നെ ഉപയോഗിക്കാത്തതുകൊണ്ട് എല്ലാവർക്കും ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു വ്യത്യസ്ത രുചിയിലുള്ള ഈ ഒരു എഗ്ലെസ് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളിത് മുട്ട ഉപയോഗിക്കാതെ ചെയ്യുന്ന കേക്കാണ്. അപ്പോൾ അതിനായിട്ട് ഒരു 1/4 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ ഓയിലാണ്. സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ചേർത്ത് കൊടുക്കാം. ഇനി ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് അത് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് നല്ല പോലെ തന്നെ നമ്മളൊന്ന് അടിച്ചിട്ടെടുക്കുക. അപ്പോൾ ഇതിവിടെ ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു അരിപ്പ എടുത്തിട്ട് ആ ഒരു അരിപ്പയിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ പറയുന്ന കപ്പിൻ്റെ അളവ് 1 കപ്പ് 250 ml ആണ് കേട്ടോ. അപ്പോൾ 1/2 കപ്പ് അളവിൽ മൈദ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ കൊക്കോ പൗഡറാണ്. അതായത് ഒരു 3 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് 1/2 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ. പഞ്ചസാര പൊടിച്ചെടുത്തതിന് ശേഷമുള്ള അളവാണ് 1/2 കപ്പ്. അപ്പോൾ 1/2 കപ്പ് അളവിൽ പഞ്ചസാര പൊടിച്ചതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കൊന്ന് അരിച്ചിട്ടെടുക്കാം. അപ്പോൾ പൊടികളെല്ലാം നന്നായിട്ട് അരിച്ച് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. പാല് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിരിക്കുന്ന പാലാണെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളിലേക്ക് എടുത്ത് വെച്ച് കൊടുത്ത് നല്ല പോലെ തന്നെ അതിൻ്റെ തണുപ്പ് പോയതിന് ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ 1/2 കപ്പ് പാല് ചേർത്ത് ഇതുപോലെ ഞാനിന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ബാറ്റർ ഒരു അല്പം ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാനിതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ മൈദയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് കണ്ടല്ലേ, ഇതാണ് ഈ ഒരു കേക്ക് ബാറ്ററിൻ്റെ ഒരു കറക്റ്റ് പരുവം. ഒരുപാട് ലൂസായിട്ട് പോകരുത്. ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ആദ്യം ഒരു 1/2 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുത്തിരുന്നു. ലാസ്റ്റ് ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ മൈദയും കൂടി ഇട്ട് കൊടുത്തപ്പോഴാണ് കറക്റ്റ് ഈ ഒരു പരുവത്തിന് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണ് ഇത് ബേക്ക് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഗ്ലാസ് ടൈപ്പ് പാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് ബേക്ക് ചെയ്യാൻ പറ്റുന്ന ഗ്ലാസ് ടൈപ്പ് പാത്രങ്ങളില്ലേ, അങ്ങനത്തെ പാത്രങ്ങൾ മാത്രമേ എടുക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സാധാരണ എടുക്കുന്ന അലുമിനിയത്തിൻ്റെ കേക്ക് ടിനൊക്കെ എടുത്താലും മതി. ഇതിലേക്ക് നമുക്ക് ബട്ടർ പേപ്പർ ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു കേക്ക് ബാറ്റർ ഫുള്ള് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. മുഴുവനും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയതായിട്ടൊന്ന് കൊട്ടിക്കൊടുക്കുക. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇത് ബേക്ക് ചെയ്യുന്നത് ഓവനിൽ വെച്ചിട്ടല്ല കേട്ടോ. നിങ്ങൾക്ക് ഇത് ഓവനിൽ വെച്ചിട്ട് വേണമെങ്കിലും ബേക്ക് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ബേക്ക് ചെയ്യുന്നത് അത്യാവശ്യം അടികട്ടിയുള്ള ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഇതുപോലൊരു പാത്രത്തിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വലിയ പാത്രം വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ അത്യാവശ്യം അടികട്ടിയുള്ളൊരു അലുമിനിയത്തിൻ്റെയോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെയോ പാത്രം എടുക്കുക. ഇതുപോലെ മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്ത് തീയൊന്ന് കുറച്ചിട്ടിട്ട് ഒരു 5-6 മിനിറ്റോളം ഞാൻ പ്രീ ഹീറ്റ് ചെയ്തെടുത്തിരിക്കുന്ന പാത്രമാണ്. ഈ ഒരു പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലൊരു സ്റ്റാൻഡും കൂടി ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് നമ്മുടെ ഒരു കേക്കിൻ്റെ ഒരു പാത്രം ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യാൻ എടുക്കുന്ന പാത്രത്തിൽ എന്തെങ്കിലും ചെറിയ ഗ്യാപ്പോ അല്ലെങ്കിൽ ഹോളോ വല്ലതും ഉണ്ടെങ്കിൽ ഒരു അലുമിനിയം ഫോയിൽ എന്തെങ്കിലും വെച്ച് നമ്മളൊന്ന് കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒട്ടും തന്നെ ആവി പുറത്തേക്ക് പോകരുത്. ഇതുപോലെ ഗ്ലാസ് ടൈപ്പ് മൂടിയെടുക്കുന്ന സമയത്ത് ചെറിയൊരു ഹോൾ ഉള്ളതാണെങ്കിൽ ആ ഒരു ഹോൾ നമ്മൾ അടച്ചു വെച്ച് കൊടുക്കണേ. ഇനി നമുക്കിത് ഒരുപാട് തീ കൂട്ടിയിട്ട് കൊടുക്കരുത്. ഒരുപാട് തീ അങ്ങ് കുറയ്ക്കാൻ വേണ്ട. ഒരു ലോ ഫ്ലെയിമിൽ നിന്ന് തീന്ന് കുറച്ചൊന്ന് കൂട്ടി വെച്ച് കൊടുത്തേക്കാം കേട്ടോ. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു 25 to 30 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ കേക്ക് നമുക്ക് നന്നായിട്ട് തന്നെ ബേക്കായി കിട്ടും. നമ്മൾ ഓവനിലല്ലാതെ ബേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളൊക്കെ എടുക്കുന്ന പാത്രങ്ങൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ബേക്കായിട്ട് വരുന്ന ഒരു സമയം ചിലപ്പോൾ കൂടിയോ കുറഞ്ഞെന്നോ ഇരിക്കാം. അപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു 30 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഒന്ന് തുറന്ന് നോക്കുക കേട്ടോ. എന്നിട്ട് ഇതുള്ളൊരു സ്റ്റിക്ക് വെച്ച് നമ്മളൊന്ന് കുത്തി നോക്കുക. ആ ഒരു സ്റ്റിക്ക് നല്ല ക്ലീൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ നമ്മുടെ കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉൾവശമൊക്കെ നല്ലപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അഥവാ നമ്മൾ ഇതുപോലെ കുത്തി നോക്കുന്ന സമയത്ത് ആ ഒരു സ്റ്റിക്കിൽ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ നമ്മൾ അടച്ചു വെച്ച് കൊടുത്തിട്ട് ബേക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്ന വിപ്പിംഗ് ക്രീമിന് മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ്. അതുപോലെ തന്നെ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം 1 ടേബിൾ സ്പൂൺ അളവിൽ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കണ്ടൻസ്ഡ് മിൽക്കിന് പകരം നിങ്ങൾക്ക് പഞ്ചസാര പൊടിച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്.
ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒന്നെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഇതുപോലെ വാനില പൗഡർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് വാനില പൗഡർ ഒരു 1/2 ടീസ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് 1 ടീസ്പൂൺ അളവിൽ കൊക്കോ പൗഡറാണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം തന്നെ യോജിക്കുന്ന രീതിയിൽ ഇതുപോലെ നന്നായിട്ട് തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ചൂട് നല്ല പോലെ തന്നെ പോയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ചൂട് കുറഞ്ഞതിന് ശേഷം ഈ ഒരു സൈഡൊക്കെ നമ്മൾ കത്തി വെച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കി ഒന്ന് കൊടുത്തേക്കുക. ഇനി ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്കോ ഉപയോഗിച്ച് ഈ ഒരു കേക്കിൻ്റെ ഉള്ളിൽ നമുക്ക് നന്നായിട്ട് ഹോൾസ് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മൾ ഹോൾസ് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതുപോലെ നമ്മൾ ഹോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു പാലിൻ്റെ ചോക്ലേറ്റിൻ്റെ ഒക്കെ ഒരു മിക്സ് ഇല്ലേ, ഈ ഒരു മിക്സ് ഈ ഒരു കേക്കിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ നമുക്കൊന്ന് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തേക്കാം കേട്ടോ. ഇതുപോലെ നമ്മളൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റോളം നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ 1 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുകയാണ്. നല്ല തണുത്ത വിപ്പിംഗ് ക്രീം തന്നെ വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന വിപ്പിംഗ് ക്രീം മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് വിപ്പിംഗ് ക്രീമിന് മധുരം ഇല്ലെങ്കിൽ നമ്മളിതിലേക്ക് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ക്രീമിന് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 കപ്പ് അളവിൽ ന്യൂട്ടെല്ല ആണ് കേട്ടോ. ഈ ഒരു ന്യൂട്ടെല്ലയും കൂടെ ചേർത്ത് നമ്മൾ ഈ ഒരു ക്രീം ബീറ്റ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ചോക്ലേറ്റ് കേക്കിനെക്കാട്ടിലും ഒരു വ്യത്യസ്ത രുചിയിലുള്ളൊരു കേക്ക് തന്നെയാണ്. അപ്പോൾ ഒരു 1/2 കപ്പ് അളവിൽ ന്യൂട്ടെല്ലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു ക്രീം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇനി അഥവാ നിങ്ങളുടെ ന്യൂട്ടെല്ല ഇല്ലെങ്കിൽ 1-2 സ്പൂണ് നമുക്ക് കൊക്കോ പൗഡർ വേണം ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ മിൽക്ക് ചോക്ലേറ്റോ ഡാർക്ക് ചോക്ലേറ്റോ മെൽറ്റ് ചെയ്തിട്ട് അതിൻ്റെ ചൂട് നന്നായിട്ട് ആറിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമ്മൾ ബീറ്റ് ചെയ്തിട്ട് എടുത്താലും മതി. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ന്യൂട്ടെല്ല തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു പരുവത്തിന് ന്യൂട്ടെല്ലയും കൂടി ചേർത്ത് നമ്മൾ ക്രീം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇനി ഈ ഒരു ക്രീം നമുക്കിതിലേക്ക് ഫുള്ളായിട്ടൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ക്രീം ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഒരു 2 മണിക്കൂറോളം നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. ഫ്രീസറിലൊന്നും വെക്കരുത്, ഫ്രിഡ്ജിൽ നമ്മൾ താഴെ വെച്ചിരുന്നാൽ മതി. ആ ഒരു ക്രീമൊക്കെ നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു 2 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ ചെറിയൊരു ഡിസൈൻ പോലെ കൊടുക്കാനായിട്ട് ഞാനൊരു പൈപ്പിംഗ് ബാഗിൽ ന്യൂട്ടെല്ല ഇതുപോലെ നിറച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് വേണമെങ്കിലും വരച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ന്യൂട്ടെല്ല നിറച്ച് കൊടുത്ത ഒരു പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മൾ നീളത്തിൽ ലൈനായിട്ടൊന്ന് വരച്ച് കൊടുക്കുക. ഇത് കണ്ടില്ല, ഇതുപോലെ ഫുള്ളായിട്ട് ലൈൻ ഞാനൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ചെറിയൊരു സ്റ്റിക്ക് എടുക്കുക കേട്ടോ. ഈ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ ഈ ഒരു അറ്റത്തു നിന്ന് ഇതുപോലെ പതിയൊന്ന് വരച്ചിങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ ചെറിയൊരു ഡിസൈൻ പോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ ഞാൻ പതിയൊന്ന് വരച്ചിങ്ങനെ കൊടുത്ത് ഒരു ഡിസൈൻ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ എഗ്ലെസ് ചോക്ലേറ്റ് ന്യൂട്ടെല്ല കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഞാൻ നിങ്ങളൊന്ന് കട്ട് ചെയ്തും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഒരു കേക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു കേക്കും നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ ന്യൂട്ടെല്ല ഒക്കെ ചേർത്ത് ബീറ്റ് ചെയ്തുകൊണ്ട് ക്രീമിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളിത് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.